വിശ്വാസം ദൈവത്തിന്റെ വലിയൊരു ദാനമാണെന്നും വിശ്വാസം നാം ആഘോഷിക്കുകയും പങ്കുവയ്ക്കുകയും വേണമെന്നും ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പൊലീത്ത അസംഷൻ സിസ്റ്റേഴ്സ് സ്നേഹഭവനത്തിന്റെ വെഞ്ചരിപ്പിനു ശേഷം വചന സന്ദേശം നൽകുകയായിരുന്നു മെത്രാപ്പൊലീത്ത. സഭയിലെ പ്രായമായവർക്കും പ്രത്യേക പരിചരണം ആവശ്യമുള്ളവർക്കും പ്രാർത്ഥനാ നിർഭരമായ വിശ്രമ ജീവിതം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹഭവനം നിർമ്മിച്ചിരിക്കുന്നത്. സ്നേഹഭവനത്തിന്റെ വെഞ്ചരിക്കൽ കർമ്മം ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. വെഞ്ചരിപ്പിന് ശേഷം മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും വചന സന്ദേശവും നടന്നു. വിശ്വാസം ദൈവത്തിന്റെ വലിയൊരു ദാനമാണെന്നും അത് മാമോദീസയിലൂടെയാണ് വെളിപ്പെടുത്തി തരുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വിശ്വാസം ആഘോഷിക്കുകയും പങ്കുവയ്ക്കുകയും ജീവിക്കുകയും വേണമെന്നും അത് കേവലം ആശയമല്ല, മറിച്ച് കാഴ്ചയും കേൾവിയും സ്പർശനവും ഓർമ്മയുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രൂപത ചാൻസലർ ഫാദർ ഗ്രേഷ്യസ് ടോണി, സെക്രട്ടറി ഫാദർ റെനി ഇമ്മാനുവൽ, ക്രിസ്തുരാജ് ഇടവക വികാരി ഫാദർ സോണി തോമസ്, പാക്സ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ ഫാദർ സൈമൺ പീറ്റർ, ഫാദർ ടിജോ, ഫാദർ ജോൺ മണിപ്പാടം, ഫാദർ ജോസ് ജേക്കബ് എന്നിവർ ദിവ്യ ബലിയിൽ സഹകാർമ്മികരായി പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ഫാദർ സോണി തോമസ് ഉദ്ഘാടനം ചെയ്തു. സിസ്റ്റർ ഷേർലി തോമസ് അധ്യക്ഷയായിരുന്നു. വാർഡ് കൗൺസിലർ വിനീത സജീവ്, റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് കൊച്ചുമുറിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്നേഹഭവന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എഞ്ചിനീയർ രത്നേഷിനെയും ടീമിനെയും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റിപ്പബ്ലിക് സ്പെഷ്യൽ ഖാദി റിബേറ്റ് ഉദ്ഘാടനവും റിപ്പബ്ലിക് ദിന